കൊച്ചിയിൽ മേയർ ആരാവണമെന്നതിൽ കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. വി.ഡി. സതീശന്റെ നിർദ്ദേശം അവഗണിച്ചും പരസ്യ നീക്കങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി. ഷൈനി മാത്യുവിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനിടെ സഭകളുടെ സമ്മർദ്ദവും ശക്തമാണ്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇന്നലെ ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചതാണ്. അതിൽ സഭയുടെ ഇടപെടലടക്കം ഇന്നലെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊച്ചി മേയർ സ്ഥാനം പോകുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും സഭ കൂടി ഇടപെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായി താക്കീത് നൽകിയതാണ് പരസ്യ പ്രതികരണത്തിന് മുതിരരുതെന്ന്. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ അവഗണിച്ചുകൊണ്ട് വീണ്ടും ഈ വിഷയത്തിൽ വലിയ തർക്കമുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ എന്ത് നടപടി ഉണ്ടാകും? ആരായിരിക്കും കൊച്ചിയിൽ മേയറാവാൻ സാധ്യതയുള്ളത്? ആർക്കാണ് നിലവിൽ മുൻതൂക്കമുള്ളത്? ഡാനി, എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ വളരെ സങ്കീർണതയുള്ള ഒരു ചോദ്യമായിട്ട് കൊച്ചി മേയർ ആരെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് കുറച്ചുകൂടി കാഠിന്യമുള്ള ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഉത്തരം കണ്ടെത്താൻ ജില്ലാ നേതൃത്വത്തിനടക്കം പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൽ പ്രധാനമായും തന്നെ ഇപ്പോൾ ലത്തീൻ സഭ കഴിഞ്ഞ ദിവസം കൂടി ഒരു അവകാശവാദം ഉന്നയിച്ചതോടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണതയിലേക്ക് നീങ്ങുന്നത്. കാരണം സഭയുടെ ഒരു പ്രാതിനിധ്യം വേണം എന്നത് പറയുന്നു. സഭ ആവശ്യപ്പെടുന്നത് 2 സ്ഥാനാർത്ഥികളാണ് സഭയ്ക്ക്, അതായത് ഈ സഭ ലത്തീൻ സമുദായാംഗമായിട്ട് ഉണ്ടായിരുന്നത്. അതൊന്ന് വി.കെ. മിനിമോളും മറ്റൊന്ന് ഷൈനി മാത്യുവുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു 3 പേരുടെ ലിസ്റ്റാണ് ജില്ലാ നേതൃത്വത്തിനടക്കം കൊച്ചി മേയർ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അത് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും വി.കെ. ഷൈനി മോളും അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവുമാണ്. ഇതിൽ ഈ ഷൈനി മാത്യുവിൻ്റെയും അതോടൊപ്പം വി.കെ. മിനിമോളുടെയും പേരുകളാണ് ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇതിൽ കുറച്ചുകൂടി പ്രാതിനിധ്യം വി.കെ. മിനിമോൾക്കടക്കം വരുന്നുണ്ട്. കാരണം അവർ 3 തവണ ഒരു കൗൺസിലർ എന്നൊരു കാര്യവും അതോടൊപ്പം തന്നെയാണ് മഹിളാ കോൺഗ്രസിൽ അവരുടെ പ്രാതിനിധ്യവും സമരമുഖങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ എന്ന രീതിയിലെല്ലാം തന്നെ ഇവർക്ക് ഒരു പ്രാധാന്യം കൈവരുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്, ഇതിൽ പരസ്യമായ ഒരു പ്രതികരണങ്ങളിലേക്കോ അല്ല എങ്കിൽ ഒരു പ്രൊമോഷൻ പരിപാടികളിലേക്ക് പോകരുത്, ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചെന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ചിലരെങ്കിലും തന്നെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പോലും പോസ്റ്റുകൾ വരുന്നത്. ദീപ്തി മേരി വർഗീസിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച നിയുക്ത മേയർ എന്ന രീതിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചില സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ അറിവോടെയോ അല്ലയോ എന്നുള്ളത് കാര്യങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. ഏതായാലും അത്തരം കാര്യങ്ങൾ അനുചിതമാണ്, ഇത് പാടില്ല എന്ന DCCയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും വിലക്കുകൾ ലംഘിച്ചാണ് ഇങ്ങനെ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവിനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് പ്രധാനമായും ചില പാക്കേജുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്ന് ഏതായാലും ഒരു സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങളുടെ പരിഗണനയും പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളിലേക്ക് ഷൈനി മാത്യുവിനെ കൂടി പരിഗണിച്ചേക്കാമെന്നൊരു നിർദ്ദേശം അവർക്ക് മുന്നിലേക്ക് ചില നേതാക്കളെങ്കിലും മുന്നോട്ട് വെച്ചതായിട്ട് പറയുന്നുണ്ട്. തൽക്കാലമെങ്കിലും ഈ ക്ലെയിമിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് അതിന്റെ ഒരു ലക്ഷ്യം. ഏതായാലും കോർപ്പറേഷൻ പിടിച്ച ഒരു തിളക്കമൊന്നും ഈ മേയർ സ്ഥാനാർത്ഥി ആരെന്നതിൽ കണ്ടെത്താൻ കോൺഗ്രസിന് ഇല്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യമാണോ നിലവിൽ? അതോടൊപ്പം തന്നെ ഡാനി, പ്രധാനപ്പെട്ട കാര്യം, ഈ സഭയുടെ ഒരു സമ്മർദ്ദം അത് ഏത് തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് കൊച്ചി നേതൃത്വത്തെ? ഇതില് മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നുണ്ട് കോൺഗ്രസിനെ. കാരണം വളരെ തിളക്കമാർന്ന ഒരു വിജയം കോൺഗ്രസിന് UDF സംവിധാനത്തിന് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 47 സീറ്റുകളുടെ വലിയ ഭൂരിപക്ഷമുണ്ട്. 43 സീറ്റുകൾ കോൺഗ്രസിന് തനിച്ചുള്ളതാണ്. ഇനിയിപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെക്കുറിച്ച് ലീഗ് അവകാശവാദം ഉന്നയിച്ചാൽ പോലും അതിനെ മറികടക്കുവാനുള്ള മെജോറിറ്റി കോൺഗ്രസിനുണ്ട്. പക്ഷേ ഈ തിളക്കമെല്ലാം തന്നെ ഇത്തരം ഈ ചർച്ചകൾ നീണ്ടുപോകുന്നതിലൂടെ വലിയ രീതിയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കാൻ സഭ കൂടി പുറത്തു നിന്ന് അവരുടെ പ്രതിനിധിയെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്കെല്ലാം എത്തുന്നു. സഭ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തങ്ങൾക്ക്
പരിഗണന വേണമെന്നത് പറയുന്നു. കാരണം ലത്തീൻ സഭയ്ക്ക് എറണാകുളത്തുള്ള സ്വാധീനം ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് എറണാകുളം അസംബ്ലി മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണെങ്കിലും കൊച്ചി പോലുള്ള പ്രദേശമാണ്. എല്ലായിടത്തും വളരെ നിർണായക ശക്തി തന്നെ. ഈ ജയിച്ചു വന്ന കൗൺസിലർമാർ ഏതാണ്ട് 15ഓളം പേർ പോലും ഈ ഇതിലുണ്ട്, ലത്തീൻ സഭയെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു അവകാശവാദത്തെ കുറച്ച് കാണാനും സാധിക്കില്ല. പക്ഷേ ആ അവകാശവാദം കുറച്ചെങ്കിലും പ്രയോജനപ്പെടുന്നത് ഒരുപക്ഷെ വി കെ മിനിമോൾക്കായിരിക്കും. കാരണം അവരുടെ ഒരു പ്രായോഗികതയും കാര്യങ്ങളും എല്ലാം തന്നെ വരുമ്പോഴേക്കും കുറച്ച് ഒരു ക്ലെയിം അവർക്ക് അനുകൂലമാവുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ വളരെ സങ്കീർണമായിട്ട് തന്നെയാണ് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡൽഹിയിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഹൈബി ഈഡൻ എം പി കൂടി തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഹൈബി ഈഡൻ മാത്രമല്ല, മറ്റ് ജില്ലയിൽ നിന്നുള്ള മറ്റ് എം പി കൂടിയുണ്ട്, ബെന്നി ബെഹനാൻ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഇവർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് പോവുക. എന്തായാലും ഈ തിളക്കമുള്ളൊരു വിജയത്തെ മറികടക്കുന്ന രീതിയിലേക്ക് ഈ മേയർ ചർച്ച എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.